അപ്പം ഗൈസ് ഈ ഡേ ഇൻ മൈ കോളേജ് കണ്ടാലോ. രാവിലെ തന്നെ നമുക്കെല്ലാം വേണ്ടി ഐശോ ടീ കേക്കല്ല റിബൺ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്യാമറയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അതിനിട്ട പ്രൊട്ടക്ഷൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നല്ലൊരു കേക്കായിരുന്നു അത്, ടൂട്ടി ഫ്രൂട്ടി അങ്ങനെയൊക്കെ ഇട്ട ഒരു കേക്കാണ്. അപ്പം ഞാൻ അതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അമ്മയെ വന്നിട്ട് വേണം അവളുടെ കേക്ക് തിന്നാൻ വേണ്ടിയിട്ട്, കാരണം അവൾ സ്വീറ്റ് ലവറല്ല. അപ്പം അതിന്ന് ഒരു കഷ്ണം കേക്ക് എടുത്ത് തിന്നാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. അപ്പോഴാണ് നമ്മൾ കാത്തിരിപ്പിൻ്റെ വിരാമം ഇട്ടുകൊണ്ട് അമ്മയെ ക്ലാസ്സിലേക്ക് വന്നത്. അപ്പം അവളുടെ കേക്കിന് വേണ്ടിയിട്ട് ഞാനും സ്നേഹിയും കട്ട വെയിറ്റിംഗ് തന്നെയായിരുന്നു. അങ്ങനെ അതിൽ നിന്നും പോയിട്ട് ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട് കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവൾ സ്വീറ്റ് ലവർ അല്ലാത്തത് എന്തോ നമ്മളെ ഭാഗ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു കേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ, എന്നാലൊരു മനസ്സുഖം. അപ്പം ഇനി നമുക്ക് നമ്മളെ ഡ്രാമ സെഷനാണ്. നമുക്ക് നാളെയാണെന്ന് തോന്നുന്നു സ്കിറ്റ്. നാളെയാണ് നമുക്ക് ഡ്രാമ ഇല്ലത്തെ. നമ്മൾ ഉടനീളമല്ല പകുതി മുതൽ ഈ ഒരു കുട്ടീൻ്റെ കരച്ചിലുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ എൻട്രിയാണ് വരാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഡയലോഗൊന്നും ബൈഹാർട്ട് പഠിച്ചൊന്നുമില്ല. ആ ടൈമിൽ എന്താണ് വായിൽ തോന്നിയത് അവിടെ പോയിട്ട് പറയുന്നത് മാത്രം. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് എന്താണ്, കമലാക്ഷി. ആൻഡ് എൻ്റെ കൊളീഗിൻ്റെ പേര് ബീപാത്തു എന്നാണ്. അങ്ങനെ ഞങ്ങൾ കുറേ റിഹേഴ്സലൊക്കെ ചെയ്ത് നോക്കിയത്. നമ്മുടെ നാളത്തെ നമ്മൾ തട്ടേ കയറുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. ഇങ്ങനെ ഒരു തട്ടിക്കൂട്ടി ഡ്രാമയാണ്, ബട്ട് നല്ലൊരു തീമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഉച്ചക്കത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. ബിരിയാണി ആയിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ്. അതിനൊക്കെ മീൻ, ചിക്കൻ അങ്ങനെ വെറൈറ്റി കുറേ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് ഈ സോയാബീൻ. ബട്ട് നമുക്കിത് ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല, കാരണം നമുക്ക് ഒന്നാമത് ലഞ്ച് ബ്രേക്ക് കുറവാണ്. ബട്ട് ഇന്ന് ക്ലാസ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് ഡ്രാമ പ്രാക്ടീസിന് പോകേണ്ടതുണ്ട്. നമുക്കൊന്ന് സ്റ്റേജിൽ കയറി ജസ്റ്റ് ഒന്ന് റിഹേഴ്സൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് സ്റ്റേജിൽ കയറി ജസ്റ്റ് ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയപ്പോഴായിരുന്നു ശരിക്കും നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലായത്. നമുക്ക് ഈ അറേഞ്ച്മെൻറ്റ്സ് ഇടയ്ക്കൊക്കെ മാറ്റേണ്ടത്, അങ്ങനെയൊക്കെ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ ഇങ്ങനെ പ്ലാൻ ചെയ്ത്, കാരണം നമുക്ക് ടൈം കുറവാണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എങ്ങനെയല്ലോ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ കെട്ടി ഒരുങ്ങുന്നത് എന്ത് വെച്ചാൽ നമുക്ക് കാഞ്ഞങ്ങാട് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം ഞാൻ നല്ലൊരു കോളേജിൽ തന്നെ പോവാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും വൈകുന്നേരം നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കെട്ടി ഒരുങ്ങാറുണ്ട്, അത് നമ്മളൊരു റൂട്ടീൻ്റെ ഭാഗമാണ്. അപ്പം ഞാനിങ്ങനെ സുന്ദരിയായിട്ട് അപ്പം ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞ കുറച്ച് ഡയലോഗാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറേ ഷോപ്പിലൊക്കെ പോവാണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു ഇതായിട്ട് തന്നെ പോവാമെന്ന്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ബൈ.